പാലക്കാടിന്റെ പച്ചപ്പും നെല്ലിയാമ്പതി കുന്നുകളുടെ പ്രൗഢിയും ഒന്നിക്കുന്ന ഒരിടം. സ്വാഗതം ചുള്ളിയാർ ഡാമിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, മീങ്കര ഡാമിലെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞതാണ്. അവിടെ നിന്നാണ് നമ്മുടെ പാലക്കാട് യാത്രയിലെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതെ, നമ്മൾ ഇപ്പോൾ പോകുന്നത് പ്രകൃതിയുടെ വിസ്മയമായ ചൂളിയാർ ഡാമിലേക്കാണ്. ചുറ്റും പച്ചപ്പ് നിറഞ്ഞ മലനിരകളും അതിനിടയിൽ മനോഹരമായി പരന്നു കിടക്കുന്ന ഡാമും ശരിക്കും കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ സ്ഥലത്തിന്. മീങ്കര ഡാമിൽ നിന്ന് നേരെ ചൂളിയാർ ഡാമിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ഇനി സമയം കളയാതെ ഈ മനോഹരമായ ഡാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. വരൂ ചൂളിയാർ ഡാമിന്റെ വിശേഷങ്ങളിലേക്ക്. അങ്ങനെ നമ്മൾ ചൂളിയാർ ഡാമിന്റെ ഫ്രണ്ട് ഗേറ്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഓട്ടോയോ അല്ലെ വാഹനങ്ങളോ ഒന്നും അലൗഡ് അല്ല. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നടന്നു വേണം ഡാമിലേക്ക് പോകേണ്ടത്. നമ്മൾ ചൂളിയാർ മേടുന്ന് ഓട്ടോ വിളിച്ചാണ് ഇവിടെ വരെ എത്തിയത്. ഓട്ടോ ചാർജ് 70 രൂപയാണ് കേട്ടോ വരുന്നത്. 2 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡാമിലേക്ക് നടന്നു പോകാം. നല്ല പച്ചപ്പാണ്, നല്ല മഴയാണ്, ഭയങ്കര വൈബാട്ടോ. പ്രത്യേകിച്ച് മഴക്കാലത്ത് രക്ഷയില്ല, അടിപൊളി. അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. വാവ്, എന്താ ഭംഗിലേ! പശ്ചിമഘട്ട മലനിരകളാണ് കാണുന്നത് കേട്ടോ. ഇപ്പൊ കോട വന്നിങ്ങനെ മൂടിയിരിക്കുകയാണ്. ഇപ്പൊ നല്ല മഴയുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ കോട മാറുമായിരിക്കും. ആ സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ചുള്ളിയാർ ഡാം. എന്ത് മനോഹരമാണ് അല്ലെ. ഈ ഡാമിന്റെ നീളം 555 മീറ്റർ ആണ് കേട്ടോ. 1961 ആരംഭിച്ച് 1970 ഈ ഡാം പൂർത്തിയായത്. പരമാവധി ഉയരം 30.5 മീറ്റർ. ഈ ഡാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രകൃതിയും മലനിരകളും ജലാശയവും ഒരുമിച്ച് കാണാൻ കഴിയുന്ന പാലക്കാടിന്റെ മനോഹരമായ ഒരു ഇടം എന്നുള്ളതാണ്. ഈ ഡാമിന്റെ താഴ്ച കണ്ടോ? ഇത് ഡാമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. ഇവിടെ പച്ചപ്പെല്ലാം നിറഞ്ഞ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഈ പാലക്കാടിന്റെ കൃഷിയിടങ്ങൾക്ക് ജലമെത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡാം കൂടിയാണ് ചുള്ളിയാർ ഡാം. മാത്രമല്ല മീങ്കര റിസർവെയറുമായി ചൂളിയാർ ഡാമിന് ലിങ്ക് കനാൽ സംവിധാനമുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ ഇതാ മീൻ പിടിക്കുന്നത്. നല്ല മഴയാണ് ഈ സമയത്ത്, നല്ല അടിപൊളി മീനെ കിട്ടും. പിന്നെ നല്ല വൈബും അല്ലേ. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, തകർത്ത മഴയാണ്. ഡാമിലെ വെള്ളമൊക്കെ കണ്ടില്ലേ, കലങ്ങി കിടക്കുന്നേ. പക്ഷെ മഴക്കാലത്തിലുള്ള യാത്ര ഭയങ്കര വൈബാട്ടോ. അത് സത്യസന്ധമായിട്ട് എൻ്റെ ഒരു അനുഭവമാണ്. ഒരു ക്ഷീണോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാവില്ല. നല്ല രസമുണ്ടാവും കാണാൻ. അതേപോലെ ഇങ്ങനത്തെ ഏരിയകളിൽ, ഈ പാലക്കാട് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ അടിപൊളിയാണ് യാത്ര ചെയ്യാൻ. നിങ്ങൾ കാണുന്നുണ്ടോ ഈ ഒരു ഏരിയ? നമുക്ക് ഈ ഒരു ഏരിയയിലേക്കാണ് ഇനി പോകേണ്ടത്. അവിടെയാണ് യഥാർത്ഥ കാഴ്ചയുള്ളത്. പച്ചപ്പും മലനിരകളും പിന്നെ വെള്ളച്ചാട്ടമൊക്കെ ആ സൈഡിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് അവിടത്തേക്ക് പോകാം. ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. ഒരിക്കലും മിസ് ചെയ്യരുത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മഴക്കാലത്തുള്ള യാത്ര, ഈ പച്ചപ്പ് അത് ആസ്വദിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരണം. കാണുന്നില്ലേ ആ കോട? ആ മലയുടെ മുകളിൽ ഫുള്ള് കോടയാണ്. മല നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. നമുക്ക് അടുത്തോട്ട് പോകാം. ഇവിടെ ഒരു ആൽമരം കണ്ടോ? എന്തൊരു വലിപ്പല്ലേ ആൽമരം. നല്ല ഭംഗിയാണ് അല്ലെ ആൽമരം കാണാൻ തന്നെ. വലിയ ആൽമരം കേട്ടോ.
വാവ്, എന്തൊരു ഭംഗിയാണല്ലേ! ഒരുപാട് പശുക്കളും ആടുകളും എല്ലാം ഇവിടുന്ന് മേയ്ക്കുന്നുണ്ടോ. അതിന്റെ തൊട്ട് ബേക്കന്നെ മനോഹരമായ മല കാണുന്നില്ലേ. ഒരുപാട് വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. നെല്ലിയാമ്പതി വെള്ളച്ചാട്ടം, അങ്ങനെ ഒരുപാട് വെള്ളച്ചാട്ടം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ പറഞ്ഞറിയിക്കുന്നതിലുപരി അത്രയും മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, സൂപ്പറാണ്. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളും മനസ്സിന് ഒരുപാട് സമാധാനം തരുന്ന അന്തരീക്ഷവും അതാണ് ചുള്ളിയാർ ഡാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചുറ്റും പച്ചപ്പ് നിറഞ്ഞ മലനിരകളും ശാന്തമായി കിടക്കുന്ന ജലാശയവും ഇവിടെ കുറച്ചു സമയം ചിലവഴിക്കുമ്പോൾ തന്നെ മനസ്സിലെ തിരക്കുകളെല്ലാം ഒന്ന് മാറി നിൽക്കുന്ന പോലെ തോന്നും. പാലക്കാട് എത്തുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത, തീർച്ചയായും കണ്ടിരിക്കേണ്ട ശാന്തസുന്ദരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ചുള്ളിയാർ ഡാം. യാത്രകളിൽ വലിയ തിരക്കുകളേക്കാൾ മനസ്സിന് സന്തോഷം നൽകുന്ന ഇത്തരം സ്ഥലങ്ങളാണ് നമ്മൾ എന്നും ഓർത്തുവെക്കുന്നത്. അപ്പോൾ പാലക്കാട് വരുമ്പോൾ ചുള്ളിയാർ ഡാം നിങ്ങളുടെ യാത്രാ ലിസ്റ്റിൽ ഉറപ്പായും ഉൾപ്പെടുത്തണം. അങ്ങനെ ഫ്രണ്ട്സ്, ചുള്ളിയാർ ഡാമിന്റെ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇപ്പോൾ ഞാൻ താഴെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഇനി നമ്മുടെ അടുത്ത യാത്ര തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ഓട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നേരെ ചുള്ളിയാർ മേടിലേക്ക് പോകും. അവിടെ നിന്ന് കൊല്ലങ്കോടിലേക്ക്. അങ്ങനെ ഞാൻ നേരെ ഓട്ടോയിൽ ചുള്ളിയാർമേട്ടിൽ ഇറങ്ങി. 20 രൂപയാണ് ഓട്ടോ ചാർജ് വരുന്നത്. അവിടെ നിന്ന് കൊല്ലംകോട്ടേക്കുള്ള ബസ്സിൽ ഇപ്പോൾ കയറിയിരിക്കുകയാണ്. ഇത് കൊല്ലംകോട്ടേക്കുള്ള ബസ്സാണ്. അപ്പോൾ കൊല്ലംകോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാന്. ഉച്ച സമയം കഴിഞ്ഞ് 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 10-20 മിനിറ്റ് യാത്രയുണ്ട് കേട്ടോ കൊല്ലംകോടേക്ക്. അങ്ങനെ ഞാനിപ്പോ കൊല്ലങ്കോട് ടൗണിൽ എത്തിയിരിക്കുകയാണ്. അതാണ് നമ്മൾ വന്ന ബസ്. ബസ് ചാർജ് വന്നത് 15 രൂപയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നേരെ പോയത് ഹോട്ടലിലേക്കാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭക്ഷണം കഴിച്ചു. നല്ലൊരു സദ്യയായിരുന്നു, വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി വീണ്ടും ബാഗും ക്യാമറയും എടുത്ത് പുതിയ കാഴ്ചകൾ തേടിയുള്ള യാത്ര തുടരുകയാണ്. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ നമ്മുടെ പാലക്കാട് യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളും ഒരുപാട് പുതിയ അനുഭവങ്ങളും നമ്മളെ കാത്തിരിപ്പുണ്ട്. അത് എന്തൊക്കെയാണെന്നറിയാൻ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. Until then, keep exploring. Thank you.